നമുക്കൊരു നിമിഷം കണ്ണടച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം ഏതായിരുന്നു? പഠനം, ജോലി, വീട് നിർമ്മാണം, ഒരു പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങളുടെ ജീവിതത്തെ സ്വർഗമാക്കാനോ അതോ നരകമാക്കാനോ കെൽപ്പുള്ള ഒരു തീരുമാനമുണ്ട്. അത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ പോലും 10 തവണ റിവ്യൂ നോക്കും, 100 വട്ടം ആലോചിക്കും. എന്നാൽ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാ? വെറും ബാഹ്യ സൗന്ദര്യവും സാമ്പത്തികവും കുടുംബ മഹിമയും മാത്രമാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രണയ കഥകൾ പോലും വിവാഹശേഷം വെറും അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന്? സോഷ്യൽ മീഡിയയിൽ ചിരിച്ചുകൊണ്ട് ഫോട്ടോ ഇടുന്ന പല ദമ്പതികളും 4 ചുവരുകൾക്കുള്ളിൽ സംസാരിക്കാൻ പോലും വാക്കുകളില്ലാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന്. സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ആ സൗന്ദര്യം അടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേവലം വിവാഹത്തെക്കുറിച്ചല്ല, മറിച്ച് കെമിസ്ട്രിക്കപ്പുറം കമ്പാറ്റിബിലിറ്റി എന്ന വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഈ വീഡിയോയുടെ പകുതിയിലെത്തുമ്പോൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ തന്നെ അവർ നിങ്ങൾക്ക് ചേർന്നതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സീക്രട്ട് ഫോർമുല ഞാൻ വെളിപ്പെടുത്തുന്നതാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ അമ്പരന്നുപോയിക്കാം. കാരണം നമ്മൾ ഇതുവരെ ചിന്തിച്ച രീതി പോലെ അല്ല അത്. സൗന്ദര്യം എന്നത് വെറും പുറംചട്ട മാത്രമാണ്. ഒരു പുസ്തകത്തിൻ്റെ ചട്ട കണ്ട് അത് നല്ലതാണോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെയാ മനുഷ്യരും. പങ്കാളിയുടെ പോസിറ്റീവ് മനോഭാവവും സ്വഭാവ ഗുണങ്ങളും എങ്ങനെയാണ് നിങ്ങളുടെ കരിയറിനെയും മാനസിക ആരോഗ്യത്തെയും എന്തിന് നിങ്ങളുടെ ആയുസ്സിനെ പോലും ബാധിക്കുന്നത് എന്ന് ശാസ്ത്രീയമായ തെളിവുകൾ സഹിതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഒരു ചെറിയ ചോദ്യം നിങ്ങളോട്: നല്ല ലുക്കുള്ള ഒരാളെയാണോ അതോ നല്ല മനസ്സുള്ള ഒരാളെയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും നല്ല മനസ്സ് തന്നെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൽ ഏതിനാണ് മുൻഗണന നൽകുന്നത്? സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള ഏതാനും മിനിറ്റുകൾ എനിക്കൊപ്പം ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നേക്കുമായി മാറും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നമുക്ക് തുടങ്ങിയാലോ? റിയാലിറ്റി ചെക്ക്. സിനിമയും യഥാർത്ഥ ജീവിതവും. നമ്മുടെയൊക്കെ പ്രണയ സങ്കല്പങ്ങൾ രൂപപ്പെട്ടത് സിനിമകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയുമാണ്. മഴയത്ത് കുടപിടിച്ച് നിൽക്കുന്ന നായകനും എപ്പോഴും സുന്ദരിയായിരിക്കുന്ന നായികയും. പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. വിവാഹശേഷം നിങ്ങൾ കാണുന്നത് മേക്കപ്പില്ലാത്ത മുഖങ്ങളെ മാത്രമല്ല, മേക്കപ്പില്ലാത്ത സ്വഭാവങ്ങളെ കൂടിയാണ്. ഒരു സിനിമ 2 മണിക്കൂർ കൊണ്ട് അവസാനിക്കും. പക്ഷേ വിവാഹം ഒരു 40-50 വർഷം നീണ്ടു നിൽക്കേണ്ട ഒന്നാണ്. അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാകില്ല. പകരം കറണ്ട് ബില്ലും കുട്ടികളുടെ സ്കൂൾ ഫീസും ജോലിയുടെ സമ്മർദ്ദവും മാത്രമാകും ഉണ്ടാവുക. ഈ തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് എത്രത്തോളം ക്ഷമയുണ്ട്? അവിടെയാണ് യഥാർത്ഥ സ്നേഹം പരീക്ഷിക്കപ്പെടുന്നത്. സൗന്ദര്യത്തിൻ്റെ ഹാലോ എഫക്റ്റ്. ഇവിടെയാണ് മനഃശാസ്ത്രപരമായ ഒരു ട്രാപ്പ് ഒളിഞ്ഞിരിക്കുന്നത്. ഇതിനെ ഹാലോ എഫക്റ്റ് എന്ന് വിളിക്കാം. ഒരാൾ കാണാൻ സുന്ദരനോ സുന്ദരിയോ ആണെങ്കിൽ അവർ നല്ല സ്വഭാവമുള്ളവരും ബുദ്ധിയുള്ളവരും ആയിരിക്കുമെന്ന് നമ്മുടെ മനസ്സ് നമ്മെ തെറ്റിദ്ധരിപ്പിക്കും. നിങ്ങളോടൊരു ചോദ്യം: കണ്ടാൽ വലിയ ലുക്കില്ലാത്ത എന്നാൽ പ്രതിസന്ധികളിൽ തളരാതെ നിങ്ങളുടെ കൈ പിടിച്ചു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ലോകം മുഴുവൻ പുകഴ്ത്തുന്ന സൗന്ദര്യമുള്ള എന്നാൽ ചെറിയൊരു പ്രശ്നം എന്നാൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരാളെയാണോ? പലരും ലുക്കിന് പിന്നാലെ പോയി ജീവിതം ഹോമിക്കുന്നത് എന്തുകൊണ്ടാ? അതിന് ഉത്തരം ലളിതമാണ്. നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആഗ്രഹിക്കുന്നവരാ. പുറമേ കാണുന്ന തിളക്കം നോക്കി സ്വർണ്ണമാണെന്ന് വിചാരിക്കും. പക്ഷേ അതല്ലെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോകും. സ്വഭാവത്തിൻ്റെ റെഡ് ഫ്ലാഗ്. റിയാലിറ്റി ചെക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. വിവാഹത്തിന് മുൻപ് നമ്മൾ പല സൂചനകളും കാണാറുണ്ട്. പക്ഷേ സ്നേഹം കൊണ്ട് അവയെ നമ്മൾ അവഗണിക്കും. അതായത് അവർക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങളുടെ ചെറിയ വിജയങ്ങളിൽ അവർക്ക് സന്തോഷമുണ്ടോ അതോ അസൂയയാണോ? വെയിറ്റർമാരോടും ഡ്രൈവർമാരോടും അവർ എങ്ങനെയാണ് സംസാരിക്കുന്നത്? നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടുള്ള ബഹുമാനം സ്നേഹത്തെക്കാൾ മുകളിലാണോ? സ്നേഹം കുറഞ്ഞു പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് ആ ബഹുമാനമായിരിക്കും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ പൊരുത്തക്കേടുകളുടെ വലിയൊരു ലോകത്തേക്കായിരിക്കും നിങ്ങൾ ചെന്നെത്തുന്നത്. ദ 3 ഇയർ ഇല്യൂഷൻ. നമുക്ക് ചുറ്റുമുള്ള പല ബന്ധങ്ങളും 3 വർഷം കഴിയുമ്പോൾ തകരാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഇതിനു പിന്നിൽ ഒരു കെമിക്കൽ രഹസ്യമുണ്ട്. പ്രണയത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന ഹോർമോൺ ഉണ്ടാകും. ഇത് ഒരാളുടെ പോരായ്മകൾ കാണാതിരിക്കാൻ നമ്മെ സഹായിക്കും. നിങ്ങൾ അറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ.
ഈ പ്രണയലഹരി പരമാവധി 18 മാസം മുതൽ 3 വർഷം വരെ മാത്രമേ നിലനിൽക്കൂ. അത് കഴിയുമ്പോൾ ഈ ലഹരി മാറും. അപ്പോൾ നിങ്ങൾ കാണുന്നത് യഥാർത്ഥ വ്യക്തിയെയാണ്. നിങ്ങൾക്കുള്ള ഒരു ചോദ്യം: ആ ലഹരി മാറുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമോ? അതോ ആ വ്യക്തി ഒരു അപരിചിതനായി നിങ്ങൾക്ക് തോന്നുമോ? ഇതിനെ മറികടക്കാൻ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ഉണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ലിറ്റ്മസ് ടെസ്റ്റ് സൗന്ദര്യത്തെക്കാൾ വലിയൊരു ഗുണമുണ്ട്: റെസിലിയൻസ് അഥവാ അതിജീവന ശേഷി. ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വണ്ടി പഞ്ചറായാൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്ത ഭക്ഷണം വൈകിയാൽ നിങ്ങളുടെ പങ്കാളി എങ്ങനെ പ്രതികരിക്കും? അവർ ദേഷ്യപ്പെട്ട സീൻ ഉണ്ടാക്കുകയാണോ അതോ ചിരിച്ചുകൊണ്ട് ആ സാഹചര്യം കൈകാര്യം ചെയ്യുകയാണോ? ഈ ചെറിയ കാര്യങ്ങൾ അവരുടെ ഫ്യൂച്ചർ ബിഹേവിയർ വിളിച്ചു പറയും. നിങ്ങൾ കാണാതെ പോകുന്ന ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട് കേട്ടോ. അവർ സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കുന്ന രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? 10 വർഷത്തിന് ശേഷം അവർ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതും അതേ ടോണിലായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നാം, പക്ഷേ സൈക്കോളജി പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ സത്യമെന്ന്. ദ മിറർ എഫക്റ്റ്. പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരിൽ നോക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ കുറവുകളായിരിക്കും. ഇതിനെയാണ് മിറർ എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ: നിങ്ങളൊരു പങ്കാളിയെ തിരയുന്നത് നിങ്ങളുടെ ഏകാന്തത മാറ്റാനാണോ അതോ ഒരാളുമായി ജീവിതം പങ്കുവയ്ക്കാനോ? ഏകാന്തത മാറ്റാനാണ് നിങ്ങൾ ഒരാളെ തേടുന്നതെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു മരുന്നിനെയാണ്. ആ മരുന്നിനെ പവർ തീരുമ്പോൾ നിങ്ങൾ വീണ്ടും തനിച്ചാകും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ: നിങ്ങളുടെ പങ്കാളിക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരേ ഒരു ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. ആ ചോദ്യം എന്താണെന്ന് അറിയട്ടെ? ഈ വീഡിയോയുടെ അവസാനം ആ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളുടെ പങ്കാളിയോട് ചോദിച്ചാൽ അവരുടെ യഥാർത്ഥ മനോഭാവം മിനിറ്റുകൾക്കുള്ളിൽ പുറത്തു വരും. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആ ചോദ്യത്തിലേക്ക് വരാം. ഒരാളുടെ പോസിറ്റീവ് മനോഭാവം അളക്കാൻ അവരുടെ ഭൂതകാലത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ ഒന്നും ചോദിക്കേണ്ടതില്ല. പകരം ശാന്തമായ ഒരു സാഹചര്യത്തിൽ അവരോട് ഈ ചോദ്യം ചോദിക്കുക: നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയത്തെ നിങ്ങൾ ഇന്ന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ചോദ്യം വളരെ ലളിതമാണെന്ന് തോന്നാം, പക്ഷേ ഇതിനുള്ള മറുപടിയിൽ ആ വ്യക്തിയുടെ മുഴുവൻ ക്യാരക്ടറും അടങ്ങിയിട്ടുണ്ട്. 1. അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. ഉദാഹരണത്തിന്, എനിക്ക് ഭാഗ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അവൻ കാരണമാണ് ഞാൻ തോറ്റുപോയത്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ സൂക്ഷിക്കുക. നാളെ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നമുണ്ടാകുമ്പോഴും അവർ നിങ്ങളെയാകും കുറ്റപ്പെടുത്തുക. 2. പകരം ഇങ്ങനെ പറയുകയാണെങ്കിലോ: ആ തോൽവി എന്നെ ഇന്നത്തെ ഞാനാക്കി മാറ്റി എന്നാണ് മറുപടിയെങ്കിൽ ആ വ്യക്തിക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് ഉറപ്പിക്കാം. അവർ ജീവിതത്തിലെ കല്ലുകളെ ചവിട്ടുപടികളാക്കാൻ അറിയുന്നവരാ. ദ 5 ഗ്രീൻ ഫ്ലാഗ്സ്. പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായി നോക്കേണ്ട ആ 5 സുവർണ ലക്ഷണങ്ങൾ, അതായത് ഗ്രീൻ ഫ്ലാഗ്സ് ഇവയാണ്. 1. ഭക്ഷണത്തോടും വിശ്രമത്തോടും അവർക്കുള്ള ബഹുമാനം. അവർക്ക് വിശപ്പുള്ളപ്പോഴോ ഉറക്കം കുറവുള്ളപ്പോഴോ നിങ്ങളോട് എങ്ങനെ പെരുമാറും? ആ സമയത്തും അവർ ക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ മാനസിക പക്വതയുണ്ട്. 2. വിജയങ്ങളെ ആഘോഷിക്കുന്ന രീതി. നിങ്ങളുടെ ചെറിയൊരു നേട്ടം കേൾക്കുമ്പോൾ പോലും അവരുടെ കണ്ണുകളിൽ തിളക്കമുണ്ടോ അതോ അതിപ്പോൾ ഇത്ര വലിയ കാര്യമാണോ എന്ന ഭാവമാണോ? കൂടെയുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ വലിയ മനസ്സ് വേണം. 3. സത്യസന്ധതയുടെ ചെറിയ രൂപങ്ങൾ. വെറുതെ ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും ചെറിയ കാര്യങ്ങളിൽ അവർ കള്ളം പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചെറിയ കള്ളം പറയുന്നവർക്ക് വലിയ കള്ളം പറയാൻ മടിയുണ്ടാകില്ല. 4. ക്ഷമ ചോദിക്കാനുള്ള കഴിവ്. എനിക്ക് തെറ്റുപറ്റി, സോറി കേട്ടോ എന്ന് പറയാൻ കഴിയുന്ന ഒരാളെയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ 50% വഴക്കുകൾ അവിടെ തന്നെ അവസാനിക്കും. 5. സേഫ്റ്റി. അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുന്നു? നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിക്കുന്ന ഒരാളാണ് ഏറ്റവും മികച്ച പങ്കാളി. മൈ ഡിയർ ഫ്രണ്ട്സ്, സൗന്ദര്യം ഒരു തുടക്കം മാത്രമാണ്. പ്രായം കൂടുമ്പോൾ ചർമ്മത്തിലെ ചുളിവുകൾ വീഴും, മുടി നരയ്ക്കും. അത് നിങ്ങൾക്ക് കൂട്ടിന് വേണ്ടത് ഒരു നല്ല മുഖമല്ല, മറിച്ച് നിങ്ങളുടെ തമാശകൾ കേട്ട് ചിരിക്കാനും സങ്കടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കാനും കഴിയുന്ന ഒരു നല്ല മനസ്സിലെയാണ്. ഒരിക്കലും തിരക്കൂട്ടി ഒരാളെ തിരഞ്ഞെടുക്കരുത്. ബെറ്റർ ലേറ്റ് ദാൻ റോങ്. തെറ്റായ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് വൈകി തിരഞ്ഞെടുക്കുന്നതാണ്. സോ, നിങ്ങളോടുള്ള അവസാനത്തെ ചോദ്യം: ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പങ്കാളി തിരഞ്ഞെടുക്കലിലെ പ്രയോറിറ്റീസിൽ എന്തെങ്കിലും മാറ്റം വന്നോ? സൗന്ദര്യത്തിനാണോ സ്വഭാവത്തിനാണോ ഇനി നിങ്ങൾ മാർക്കിടുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ പ്രിയപ്പെട്ട ഒരാൾക്ക് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റൊഴിവാക്കാൻ സഹായിച്ചേക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് accept the miracles right now.